ഹലോ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പൊ നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ കേടെറ്റ് എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ജനുവരിയിലായിരുന്നു നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കേടെറ്റ് എക്സാം. അതിന്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ 2nd വീക്കിന് ശേഷമാണ് അല്ല. അപ്പൊ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പായിരുന്നു കേടെറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് 2 or 3 മാർക്കിന് ഇത്തവണയും കേടെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് തന്നെ നമുക്ക് അടുത്തൊരു കേടെറ്റ് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ മെയ് മാസത്തിൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേടെറ്റ് എക്സാം വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന ഒരു കേടെറ്റ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ ലാസ്റ്റ് അതല്ലെങ്കിൽ ഒരു ജൂലൈ 1st വീക്കോട് കൂടിയിട്ടൊക്കെ നമുക്ക് അടുത്തൊരു എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന കേടെറ്റ് നല്ലൊരു മാർക്കോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടാവില്ല അല്ലെ. എങ്ങനെയാണ് പഠിക്കേണ്ടത്, വലിയൊരു സിലബസ് ആണ്, എങ്ങനെയാണ് നമ്മൾ അത് കവർ ചെയ്ത് പോകേണ്ടത്, അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. ചിലപ്പോൾ ആ തീരുമാനങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കേടെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് എന്ത് വേണം, ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോ നമ്മുടെ സൈലം കേടെറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേടെറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2നും അതുപോലെ തന്നെ 3ക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേടെറ്റ് ഏത് കാറ്റഗറിക്ക് എടുത്ത് നോക്കുവാണെങ്കിലും അത്യാവശ്യം വലിയ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിലബസ് ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ കവർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. നമ്മൾ ഒരുപാട് റിസോഴ്സസ് നോക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടണമെന്നില്ല. അപ്പൊ അതിനെല്ലാം ഒരു ഉത്തരമാണ് നമ്മുടെ കേടെറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അവിടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത്, നിങ്ങൾ എപ്പോഴാണോ പഠിക്കാനായിട്ട് റെഡി ആകുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ലൈവ് സെഷൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് സെഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. നമ്മൾ ഒരു വീക്കില് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുന്നു. അതിനുശേഷം ലൈവ് ക്ലാസ്സുകളിലേക്ക് അതേ ടോപ്പിക്സിന്റെ റിവിഷൻ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ആപ്പിൽ കണ്ടിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായി നേരിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ലൈവ് സെഷൻസിൽ കൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഏപ്രിൽ 8 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും ബേസിലുള്ള ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ലൈവിലേക്ക് വരിക. നമ്മൾ ആ ടോപ്പിക്സ് ഒന്നും കൂടെ റിവൈസ് ചെയ്യും, ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നല്ല ഉറപ്പിച്ച് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. 6 മാസമാണ് നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ എക്സാം വരെ അല്ലെ. ചിലപ്പോൾ എന്താണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ എക്സാം വൈകിപ്പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ സൈലത്തിന്റെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ വരുന്ന ഒരു കേടെറ്റ് എക്സാമിനെ നേരിടാം. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് പഠിച്ചു പോയി നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു കേടെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്
കുറച്ചൊക്കെ ടെൻഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഇനി എക്സാം എന്നാണ് വരിക, ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണോ, ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനത് മറന്നു പോവോ, ഞാൻ എത്ര നാൾ പഠിക്കേണ്ടി വരും, ഇനി പഠിക്കണോ, ഇനി ടീച്ചറായിട്ട് ഞാൻ തുടരണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ ഡൗട്ട്സ് ഒക്കെ മാറ്റി വെക്കുക. നമ്മുടെ ഭാഗ്യം ഇവിടെ തന്നെയാണ്, ഒരു സ്കൂളിൽ തന്നെയാണ്. ഒരു ടീച്ചർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, DLED അതല്ലെങ്കിൽ ഒരു BEd കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്വപ്നത്തെ മുറുകെ പിടിക്കുക. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കേട്ടറ്റിനെ കാണുക. ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ ഒരു റിയൽ ക്ലാസ് റൂമിൽ നിന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെ? വെറുതെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആയിട്ട് മാറില്ല. കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ചത് അവർ പഠിച്ചു വരുമായിരിക്കും, മാർക്ക് നേടുമായിരിക്കും. പക്ഷെ അവരുടെ ഫ്യൂച്ചറിൽ, അവർ നാളെയിലേക്ക് അവർക്ക് ചിലപ്പോൾ ഈ അറിവുകൾ ചിലപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, എല്ലാ കുട്ടികളെയും എങ്ങനെയാണ് നമുക്ക് ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്, അതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, പെഡഗോജി എന്ന് പറയുന്ന ഒരു പോർഷനിലാണ്, അല്ലെ? നമ്മുടെ ക്ലാസ് എടുക്കുന്ന കുട്ടികള് പല തരക്കാരാണ്. എല്ലാവരും ഒരേ IQ ലെവലുള്ള, ഒരേ രീതിയിൽ അറ്റൻഷൻ ഉള്ള, ഒരേ രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാം നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ എന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളാണെങ്കിലും ഇവരെന്താണ്, ഡിഫറെന്റ് ആണ്, അല്ലെ? എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ എന്താണ് വേറൊരാൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്, ഇതൊക്കെ എവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു റിയൽ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ നല്ല രീതിയിൽ നിങ്ങളെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പെഡഗോജി എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, അല്ലെ? 4 ഓപ്ഷൻസും നമുക്ക് ഒരേപോലെ തോന്നും. അതില് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേണം നമ്മൾ ഉത്തരമായിട്ട് സെലക്ട് ചെയ്യാൻ. അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് തെരഞ്ഞെടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പഠിച്ചതല്ലേ, എനിക്ക് പെഡഗോജി ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം, ഞാനതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണ്ട എന്നുള്ള മൈൻഡ് സെറ്റില് ഇരിക്കരുത്. ചെറിയ അറിവ് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളതിനെ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം നിങ്ങൾ വെടിയ, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചുറ്റിലുമുണ്ട്, അത് ഞാൻ ഇനിയും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു മനസ്സോട് കൂടി ഇരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ് റൂം അച്ചടക്കം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെന്താണ്, ശരിക്കും ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസ് റൂം അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്ലാസ് റൂം ഡിസിപ്ലിൻ. 4 ഓപ്ഷൻസ് നോക്കൂ. കണിശമായ പെരുമാറ്റം, കൃത്യമായ ശിക്ഷാരീതികൾ, അഭിലഷണീയമായ നിയമമാർഗങ്ങൾ പാലിക്കൽ, ഇവയെല്ലാം. ഇതിലെ ഏത് ഓപ്ഷൻ ആണ് നമുക്ക് ക്ലാസ് റൂം ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നത്? നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഇതെന്താ ചന്തപ്പരയാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്, അല്ലെ? ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, നിങ്ങൾ ക്ലാസ്സിലല്ലേ ഇരിക്കുന്നത്, ഡിസിപ്ലിൻ നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ടീച്ചർ ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്ലാസ് റൂം ഡിസിപ്ലിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവിടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ? അതല്ലെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് വർത്തമാനം പറയുന്ന കുട്ടി, അതല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുന്ന കുട്ടിക്ക് അടി കൊടുക്കുന്നു, വഴക്ക് പറയുന്നു, ഇമ്പോസിഷൻ കൊടുക്കുന്നു, അതാണോ? ഇനി അതും അല്ലെങ്കിൽ അഭിലഷണീയമായിട്ടുള്ള നിയമമാർഗങ്ങൾ പാലിക്കലാണോ? അഭിലഷണീയമായിട്ടുള്ള നിയമമാർഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ ഒരു കുട്ടി പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, കൃത്യമായിട്ട് ഹോംവർക്കുകൾ ചെയ്യുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, വെറുതെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പുറത്തോന്ന് തോണ്ടി ഇപ്പുറത്തോന്ന് തോണ്ടാതിരിക്കുക, ഇതൊക്കെ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പാലിക്കലാണോ? ഇനി അതല്ലെങ്കിൽ എയും ബിയും സിയും ഉത്തരമായിട്ട് വരും. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക? മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അല്ലെ? അഭിലഷണീയമായിട്ടുള്ള നിയമമാർഗങ്ങൾ പാലിക്കുക. വെറുതെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും നമ്മൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ ക്ലാസ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ ക്ലാസ് റൂമിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ എന്താണ് താങ്കൾ ചെയ്യുക? കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ എന്താണ് താങ്കൾ ചെയ്യുക? എന്താണ് ഈ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് കോ എഡ്യൂക്കേഷൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അവിടെ എന്താണ് നമ്മൾ ചെയ്യാന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഈ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായം, അതാണ് ഈ കോ എഡ്യൂക്കേഷൻ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മിക്സ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന പേരിലും അതുപോലെ തന്നെ കോ എഡ് എന്നുള്ള പേരിലും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തില് തന്നിട്ടുള്ളതിലെ ഏത് കാര്യമാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഇരിപ്പിടങ്ങൾ നൽകും. ബി, ആൺകുട്ടികൾക്ക് കൂടുതൽ പരിഗണന നൽകും. സി, ആർക്കും പ്രത്യേക പരിഗണനയൊന്നും നൽകില്ല. ഡി, ആവശ്യാനുസരണം ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കും. ഇതില് കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ആൺകുട്ടികൾ ഒരു സൈഡില് പെൺകുട്ടികൾ ഒരു സൈഡില് എന്നിരുത്തുന്നതാണോ? അതല്ലെങ്കിൽ ആൺകുട്ടികൾ കുറച്ചധികം ഉണ്ട് ക്ലാസ്സിൽ, അപ്പൊ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാം, പരിഗണന കൊടുക്കാം എന്നുള്ളതാണോ? അതല്ലെങ്കിൽ ആർക്കും യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതിരിക്കുന്നതാണോ? അതല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നതാണോ? ഇതിൽ ഏത് കാര്യമാണ് നമ്മൾ കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തില് ചെയ്യുന്നത്? ഏതായിരിക്കും ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, അല്ലെ? ആവശ്യാനുസരണം ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കും. അവിടെ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തില് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിലെ മൈനോറിറ്റി പെൺകുട്ടികളാണ്, മെജോറിറ്റി ആൺകുട്ടികളാണ്. അതുകൊണ്ട് ആൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാം. ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ചുവാകാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തില് കാണാൻ പറ്റില്ല. ഇനി ആൺകുട്ടികള് പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കാണാൻ പറ്റില്ല. അവിടെ ഫ്രീ ആയിട്ടുള്ള ഇന്ററാക്ഷൻ, സോഷ്യലൈസേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി കുട്ടികൾക്ക് എവിടെ ഇരുന്ന് പഠിക്കാനാണോ താല്പര്യം, ഇപ്പൊ മുന്നിലിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, പിന്നിലിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ എന്താണ്? എല്ലാവർക്കും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ആവശ്യാനുസരണം ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹൈറ്റ് കുറഞ്ഞ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫ്രണ്ട് റോയിൽ ഇരുത്താം, അല്ലെ? ഹൈറ്റ് കൂടിയ കുട്ടികളെ നമുക്ക് ഒരു സൈഡിലേക്ക് പുറകിലേക്ക് ഇരുത്താം. അപ്പൊ എന്താണോ ആ ഒരു ക്ലാസ് റൂം ഡിമാൻഡ് ചെയ്യുന്നത്, അവിടുത്തെ കുട്ടികൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഇരിപ്പിടങ്ങള് ക്രമീകരിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നല്ല വായന കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ്? നല്ല വായന. എപ്പോഴാണ് നമ്മുടെ വായനകള് നല്ല വായനകളായിട്ട് മാറുന്നത്? ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമില് ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പ്രത്യേക പാഠഭാഗം കുട്ടികളോട് പറയുന്നു, എന്നിട്ട് പറയുന്നു ഒരു സൈഡിൽ നിന്ന് വായിച്ചു തുടങ്ങിക്കോളാൻ പറയുന്നു, അല്ലെ? എന്നിട്ട് ഓരോ കുട്ടികളും ഓരോരോ ഭാഗങ്ങൾ വായിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല കുട്ടികളും പല രീതിയിലായിരിക്കും വായിക്കുന്നത്, അതിനെ മനസ്സിലാക്കുന്നതും പല രീതിയിലാണ്. അപ്പൊ ഇതിലെ നല്ല വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരിയായിട്ടുള്ള ഉച്ചാരണമാണോ? ആശയഗ്രഹണ ശേഷി വികസനമാണോ? നൈപുണ്യ വികസനമാണോ? വൈകാരിക മണ്ഡല ശേഷി വികസനമാണോ? നല്ല വായന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മൾ പറയും തെറ്റാതെ വായിക്കുന്ന, നല്ല രീതിയിൽ ഉച്ചരിക്കുന്ന കുട്ടികളുടേതാണ് നല്ല വായന. അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആശയഗ്രഹണ ശേഷി വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മള് നല്ല രീതിയിൽ വായിക്കുന്നു, അല്ലെ? നമുക്കിപ്പോ എല്ലാ അക്ഷരങ്ങളും അറിയാം, അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് അറിയാം. അതും പറഞ്ഞ് നമ്മുടെ വായനകൾ നല്ലതാവണമെന്നില്ല. നല്ല വായന എന്ന് പറയുമ്പോൾ ആ വായിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്നും, അല്ലെ, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് നല്ല വായന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് എന്താണ്, ചിലപ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും, നിർത്തി നിർത്തി വായിക്കുന്നുണ്ടാവും, കോമയിട്ട് വായിക്കുന്നുണ്ടാവും, അതൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ വായിക്കുന്ന കാര്യത്തിന്റെ ആശയം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് നല്ല ഒരു റീഡിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല.
നല്ലൊരു വായന ആകുമ്പോൾ അത് വായിച്ചതിന്റെ മീനിങ് ഇന്നതാണ്, ഒരു ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും അല്ലെ. വായനയ്ക്ക് അതല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും, ഒരു ഔട്ടർ മീനിങ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും മനസ്സിലാക്കി അത് ഇന്നതാണ് എന്നുള്ള രീതിയിലോട്ട് ഗ്രഹിക്കുമ്പോഴാണ് അത് നല്ല വായനയായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ നേട്ടമല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻസിലെ ഏതാണ് വിദ്യാഭ്യാസ നേട്ടം അല്ലാത്തത്? വിദ്യാഭ്യാസ നേട്ടം അല്ലാത്തത് ഏതാണ്? അനുഭവങ്ങളാണോ, പരിശീലനങ്ങളാണോ, നൈപുണ്യങ്ങളാണോ, പാരമ്പര്യമാണോ? വിദ്യാഭ്യാസ നേട്ടം, വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ലാത്തത് ഏതായിരിക്കും? എക്സ്പീരിയൻസസ് ആണോ, ട്രെയിനിങ് ആണോ, അതല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ആണോ, ഹെറിഡിറ്റി ആണോ? ഇതിൽ ഏതാണ് വരുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ എന്താണ്, കുറച്ച് നമ്മുടെ ഒരു ലോജിക്കൽ സെൻസ് അവിടെ നമ്മൾ യൂസ് ചെയ്യണം. അവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പാരമ്പര്യം. പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ പാരന്റ്സിന്റെയോ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെയോ ചില പ്രത്യേകതകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് പാരമ്പര്യത്തിന്റെ കൂട്ടത്തില് വരുന്നത്. അതെന്താണ്? അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില കഴിവുകളാണത്. അപ്പൊ അതൊരിക്കലും എന്തിന്റെ ഭാഗമായിട്ട് വരില്ല? വിദ്യാഭ്യാസത്തിന്റെ നേട്ടമായിട്ട് വരില്ല. നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങള്, നമ്മൾ നേടിയെടുക്കുന്ന പരിശീലനങ്ങള്, നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ സ്കില്ലുകള്, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം കൊണ്ട് അനുഭവങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടാവാം, പരിശീലനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, നൈപുണ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. മാറ്റങ്ങൾ ഇല്ലാത്തത് എവിടെയാണ്? പാരമ്പര്യം. പാരമ്പര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം കുറച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ്സിലെ ഒരു കുട്ടി എത്ര തന്നെ നിർബന്ധിച്ചിട്ടും മറുപടി പറയുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഏത് മാർഗമായിരിക്കും താങ്കൾ സ്വീകരിക്കുക? നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്, നമ്മളൊരു ടീച്ചറാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? നോക്കൂ, ചർച്ചകൾ സംഘടിപ്പിക്കും. ബി, ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എല്ലാ കുട്ടികളെയും പ്രേരിപ്പിക്കും. സി എന്താണ്? പഠന കേളികളും മറ്റു പഠന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് വഴി അവനിൽ സംസാര സന്നദ്ധത വളർത്തിയെടുക്കും. ഡി, നന്നായി മറുപടി നൽകുന്നവർക്ക് കൂടുതൽ മാർക്ക് നൽകും. ഇവിടെ ക്ലാസ്സിൽ സംസാരിക്കാത്ത ഒരു കുട്ടി, നമ്മൾ കുറെയൊക്കെ അവനെ പറഞ്ഞു നോക്കി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവൻ സംസാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏത് മാർഗമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ചർച്ചകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ സംസാരിക്കുമോ? അതല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് നമ്മൾ എല്ലാ കുട്ടികളെയും പ്രേരിപ്പിക്കുമ്പോഴാണോ? ഇനി അതല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ്, ചില പഠന പ്രവർത്തനങ്ങളും പഠന കേളികളും നമ്മൾ സംഘടിപ്പിക്കുന്നത് വഴി അവന്റെ സംസാര സന്നദ്ധത വളർത്തിയെടുക്കാൻ നോക്കുമ്പോഴാണോ? അതല്ലെങ്കിൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് നല്ല മാർക്ക് കൊടുക്കുക. അപ്പൊ അത് കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? സംസാരിക്കുമോ? ഇതിൽ ഏതാണ് നല്ല കാര്യം? അതല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഇതിലേത് മാർഗമാണ്? ഏത് മാർഗമാണ്? ചർച്ചകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സംസാരിക്കുന്നവർ മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ അല്ലെ, സംസാരിക്കാത്തവർ എന്ത് ചെയ്യും? ഒരു മൂലയില് മാറിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഠന കേളികളും മറ്റു പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് വഴി അവനിൽ സംസാര സന്നദ്ധത വളർത്തിയെടുക്കും. അപ്പൊ ഇതിലെ 4 ഓപ്ഷനും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ലേ എന്ന് തോന്നിപ്പോ. അതുകൊണ്ടാണ് പറയുന്നത് പെഡഗോജി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വലിയ രീതിയിൽ നിങ്ങൾ കലുഷിതമായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഒരു നോർമൽ ലെവലിൽ നിന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രക്രിയയിൽ മോട്ടിവേഷൻ കൊണ്ടുണ്ടാകാവുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് പഠന പ്രക്രിയയിൽ ഉണ്ടാകാവുന്നത്? ഏതൊക്കെയാണ്? കുട്ടികളുടെ ശ്രദ്ധയും സ്മൃതിയും വർദ്ധിക്കുന്നു. ബി, പാഠഭാഗങ്ങളെ മുന്നറിവുമായി ബന്ധപ്പെടുത്തുന്നു. സി, പഠിതാക്കളെ ശരിയായ ദിശയിൽ ചിന്തിപ്പിക്കുന്നു. ഡി, ഇവയെല്ലാം. ഇതിലെ ഏതൊക്കെ കാര്യങ്ങളാണ് മോട്ടിവേഷൻ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? കുട്ടികൾ എന്താണ്, നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലെ, നല്ല രീതിയിൽ എനിക്ക് പഠിക്കണം, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ത്വര കൊണ്ടാണ് കുട്ടികൾ ഇരിക്കുന്നതെങ്കിൽ
സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അധ്യാപകർ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചിരിക്കും. നല്ല രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? നല്ല രീതിയിൽ ആ കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്താണ്? എ ശരിയാണ് അല്ലെ? മോട്ടിവേഷൻ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. ബി എന്താണ് പറയുന്നത്? പാഠഭാഗങ്ങളെ മുന്നറിവുമായി ബന്ധപ്പെടുത്തുന്നു അല്ലെ? നമ്മള് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഇപ്പൊ ടീച്ചർ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ മുന്നേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ടീച്ചറെ അതിങ്ങനെയല്ലേ വരിക, നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ള രീതിയിലോട്ട് അവരെന്ത് ചെയ്യും? ആ കാര്യത്തെ മുന്നറിവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നോക്കും. അപ്പൊ അതും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സി എന്താണ്? പഠിതാക്കളെ ശരിയായ ദിശയിൽ ചിന്തിപ്പിക്കുന്നു അല്ലെ? നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ആ കാര്യത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ചിന്ത എങ്ങനെയായിരിക്കും? ശരിയായ ദിശയിൽ ആയിരിക്കും. അപ്പൊ ഉത്തരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും ഉത്തരമായിട്ട് വരും. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേട്ടിട്ട് കാറ്റഗറി 1ന്റെ ആണെങ്കിലും 2ന്റെ ആണെങ്കിലും 3ന്റെ ആണെങ്കിലും നമ്മൾ കവർ ചെയ്തു പോകുന്ന ഒരു ടോപ്പിക് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ നോക്കൂ. ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്കുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പാക്കൽ. ബി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള സങ്കലിത വിദ്യാഭ്യാസ പരിപാടി. സി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ള റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം. ഡി ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സമഗ്ര വ്യക്തിത്വ വികസന പദ്ധതി. ഇതിൽ ഏത് കോൺസെപ്റ്റിനെയാണ് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കിട്ടിയോ? ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ, അതല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണോ? ഇനി അതല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്, അതല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സങ്കലിത വിദ്യാഭ്യാസമാണ്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് ഈ ബി എന്ന് പറയുന്നത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള സങ്കലിത വിദ്യാഭ്യാസം. അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ. നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഡിഫറെന്റ് ആണ് അല്ലെ? അവരുടെ ഐക്യുവിന്റെ കേസിൽ അവർ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ പെരുമാറ്റങ്ങളുടെ കേസിൽ ഡിഫറെന്റ് ആയിരിക്കും, പല രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ചില കുട്ടികൾ വളരെ പെട്ടെന്ന് പഠിക്കുന്നുണ്ടാവും, ചില കുട്ടികൾ തീരെ പഠിക്കുന്നുണ്ടാവില്ല, ചില കുട്ടികൾ സൈലന്റ് ആയിരിക്കും, ചില കുട്ടികൾ കുറച്ച് വയലന്റ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ലെക്ചർ മെത്തേഡ് പറയുമ്പോൾ കിട്ടുന്നുണ്ടാവും, ചില കുട്ടികൾക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ചില കുട്ടികൾക്ക് നമ്മൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, വീഡിയോസ് കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പോ പല തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരേ രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അവിടെ പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ്, സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, മെന്റലി റിട്ടാർഡഡ് കുട്ടികൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഐക്യു ലെവൽ കൂടുതലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താണ്? കുട്ടികളുടെ കഴിവുകളോ കഴിവുകേടുകളോ പരിഗണിക്കാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ച് ഒരേ കരിക്കുലത്തിന് കീഴിൽ ഒരേ സിലബസ് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഒരു ടീച്ചറിന്റെ അല്ലെ? ഒരേ ടീച്ചർ തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്.
അപ്പോ ഇപ്പോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടി, അതല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടി, ആ കുട്ടീനെ നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ കുട്ടി ചിന്തിക്കും, അല്ലെ, ഞാൻ അവരുടെ പോലെ ഒന്നുമല്ല, എനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റില്ല, ഞാനൊരു ഇൻഫീരിയർ കോംപ്ലക്സ് അത്തരത്തിലുള്ള പ്രത്യേക പരിഗണന നടക്കുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് ക്ലാസ് റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓവിഡ് ഡക്രോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മൂപ്പരാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, ഓവിഡ് ഡക്രോളി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആണ് കേട്ടോ അദ്ദേഹം. ഇതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പേര് മറന്നു പോകരുത്. ജീൻ ഓവിഡ് ഡക്രോളി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് ഫോമിൽ ഓർത്തിരിക്കുക, ഓവിഡ് ഡക്രോളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താങ്കളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി താരതമ്യേന ഉച്ചത്തിൽ സംസാരിക്കുകയും സംസാരിക്കുമ്പോൾ മൈക്കിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും അധ്യാപകനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവനിൽ താങ്കൾ കാണുന്ന ന്യൂനത, അല്ലെ, പോരായ്മ, അവന്റെ പ്രശ്നം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കുട്ടി കാണിക്കുന്നത്? അവൻ എല്ലാവരേക്കാളും ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്ന സമയത്ത് അവൻ മൈക്കിനോട് വളരെ ചേർന്ന് നിന്നാണ് സംസാരിക്കുന്നത്. ചിലപ്പോഴൊക്കെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും വീണ്ടും പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവന്റെ പ്രശ്നം എന്തായിരിക്കും? നിരീക്ഷണ ശേഷിയുടെ അഭാവം, വിശകലന ശേഷി കുറവ്, കേൾവിക്കുറവ്, ശ്രദ്ധക്കുറവ്. എന്തായിരിക്കും അവന്റെ പ്രശ്നം? ശരിക്കും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണോ? അതല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടാണോ? കേൾവിക്കുറവുണ്ടോ? ശ്രദ്ധക്കുറവാണോ? എന്തായിരിക്കും കുട്ടിക്ക് ഉണ്ടായിരിക്കുക? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി, അല്ലെ, കേൾവിക്കുറവാണ്. എന്ത് പറയുന്നുണ്ട്? എല്ലാവരും സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിലാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവന്റെ വിചാരം എന്താണ്? അവന് പതുക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവൻ എന്താണ്? കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവന്റെ വിചാരം എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കുന്നുണ്ടാവില്ല. സോ അവൻ എന്ത് ചെയ്യും? ഉച്ചത്തില് സംസാരിക്കും. ഇനി സംസാരിക്കുമ്പോ തന്നെ അവൻ എന്താണ്? മൈക്കയില് വളരെ ചേർന്ന് നിന്നിട്ടായിരിക്കും സംസാരിക്കുക. കാരണം അത്രയും അവന് കേൾക്കാൻ പറ്റുന്നില്ല. അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവന് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവൻ എന്ത് ചെയ്യും? മൈക്കയോട് വളരെ ചേർന്ന് നിന്ന് സംസാരിക്കും. ഇനി അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ അവന് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവൻ എന്ത് ചെയ്യും? ടീച്ചറെ ഒന്നും കൂടെ പറഞ്ഞു തരുമോ, ഇപ്പൊ എന്താ പറഞ്ഞത് എന്നുള്ള രീതിയിലോട്ട് അവൻ സംസാരിക്കും. അപ്പൊ കുട്ടിയുടെ പ്രശ്നം എന്താണ്? കേൾവിക്കുറവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അന്തർദൃഷ്ടി പഠനത്തിനായി കൊഹ്ലർ ഉപയോഗിച്ച ചിമ്പാൻസിയുടെ പേര്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ, അല്ലെ? സൈക്കോളജിയിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താണ്? അന്തർദൃഷ്ടി പഠനം, ഇൻസൈറ്റ് ലേണിംഗ്. നമ്മൾ ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു കാര്യമാണ് അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്താണ് പറയുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ മുഴുവനായിട്ടുള്ള രീതിയിൽ, അല്ലെ, സമഗ്രമായ രീതിയിൽ വേണം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ സമഗ്രമായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുള്ളൂ, അല്ലെ, പെർസെപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരാളാണ് ഈ കൊഹ്ലറും അദ്ദേഹത്തിന്റെ പരീക്ഷണം, അല്ലെ, ചിമ്പാൻസിയിലാണ് കൊഹ്ലർ പരീക്ഷണം നടത്തുന്നത്. അത് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ചിമ്പാൻസിയുടെ പേരാണ്. കൈസർ, സുൽത്താൻ, സ്റ്റെല്ല, കുള്ളർ. ഇവിടെ കൊഹ്ലർ ഉപയോഗിച്ച ചിമ്പാൻസിയുടെ പേരെന്താണ് മക്കളെ? സുൽത്താൻ, അല്ലെ? നമ്മള് പഠിക്കുമ്പോ തന്നെ എന്താണ് പറഞ്ഞു പഠിക്കുന്നത്? കൊഹ്ലർ സമർത്ഥനായിട്ടുള്ള സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തി, അല്ലെ? അങ്ങനെ പറയുമ്പോ കൊഹ്ലറിനെയും കിട്ടി, സുൽത്താൻ എന്ന പേരും കിട്ടി, ചിമ്പാൻസിനെയും കിട്ടി. അപ്പൊ നിങ്ങളാണെങ്കിലും പഠിക്കുമ്പോ എന്ത് ചെയ്യുക? ഇതിങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. കൊഹ്ലർ എന്ത് ചെയ്തു? സമർത്ഥനായിട്ടുള്ള സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തി. പാവം ചിമ്പാൻസി, വിശന്നിരിക്കുന്ന ചിമ്പാൻസിയിലാണ് പരീക്ഷണം നടത്തുന്നത് കൊഹ്ലർ, അല്ലെ? ആദ്യം എന്ത് ചെയ്തു? കൂടിന് പുറത്ത് പഴം വെച്ചു, പിന്നീട് കൂടിന് മുകളിൽ പഴം വെച്ചു. അങ്ങനെ രണ്ട് രീതിയിലൊക്കെയാണ് മൂപ്പര് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ കൊഹ്ലർ അതല്ലെങ്കിൽ നമ്മുടെ സുൽത്താനെ എങ്ങനെയാണോ ബോധോദയം ഉണ്ടായത്,
എങ്ങനെയാണോ അവന് ആ ഉൾക്കാഴ്ച ലഭിച്ചത്, എങ്ങനെയാണ് ആ പ്രശ്നത്തിന് പരിഹാരം നേടാനായിട്ട് അവന് പറ്റിയത്, അതേ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ ക്ലാസ് റൂമിലും ഒരുക്കി കൊടുക്കേണ്ടത്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുഴുവനായിട്ട് നോക്കുമ്പോഴേ നമുക്ക് ആ പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ അയൽവക്കക്കാരെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ മുഴുവനായിട്ട് അറിയുന്നുണ്ടാവില്ല, ഒന്നോ രണ്ടോ കാര്യങ്ങളെ അറിയുന്നുണ്ടാവുള്ളൂ. ആ കാര്യങ്ങൾ വെച്ച് നമ്മുടെ അയൽവക്കക്കാർ കൊള്ളില്ല, അവര് സ്നേഹമല്ലാത്തവരാണ്, മിണ്ടാത്തവരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ള വിശകലനമാണ്. അപ്പൊ നമ്മുടെ അയൽവക്കക്കാരെ കുറിച്ച് നമ്മൾ മുഴുവനായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുമ്പോഴേ അവരെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിലും ഏഷ്ണി പറയുന്ന ആൾക്കാരാണെങ്കിലും അവരെന്താണ്, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അതിന്റെ ബേസിലാണ് ഈ കുറ്റം പറഞ്ഞ് നടക്കുക. അപ്പൊ അതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ സമഗ്രതാവാദം എന്താണ് പറയുന്നത് അതിന് തമ്മിൽ കണക്ട് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം സമഗ്രതാവാദത്തിന്റെ പിതാവായിട്ട് വരുന്നത് മാക്സ് വെർത്തിമർ ആണ്. പക്ഷെ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മുടെ കൊഹ്ലർ ആണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണവും അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള സമഗ്രതാ നിയമങ്ങളൊക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. വളരെ കൃത്യമായിട്ട് എക്സാമിന് ചോദ്യം വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രക്ഷാകർതൃ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. രക്ഷാകർതൃ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് 4 ഉത്തരമായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വായിച്ചിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും എന്നുള്ള രീതിയിൽ ഉത്തരം പറയാനായിട്ട് നോക്കാം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം സുദൃഢമാക്കുക, വിദ്യാലയ വികസനത്തിൽ രക്ഷാകർത്താക്കളുടെ സഹകരണം ഉറപ്പാക്കുക, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി അവരുടെ രക്ഷിതാക്കൾക്ക് ആത്മഫലം നൽകുക. ഡി എന്താണ്? വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതും കാര്യക്ഷമതയുള്ളതാക്കി മാറ്റിയെടുക്കാൻ രക്ഷാകർത്താക്കളുടെ സഹായം ഉറപ്പുവരുത്തുക. ഇതിലേത് കോൺസെപ്റ്റ് അതല്ലെങ്കിൽ ഇതിലേതാണ് നമുക്ക് രക്ഷാകർതൃ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറയാൻ സാധിക്കുന്നത്? ഏതായിരിക്കും രക്ഷാകർതൃ വിദ്യാഭ്യാസം? എന്താണ്? മാതാപിതാക്കളെയും കൂടെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഏത് കേസിലാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്? ഏത് കേസിലായിരിക്കും? സാധാരണ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണോ, അതല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ട കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണോ നമുക്ക് അധ്യാപകരുടെ അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹകരണം കൂടി അത്യാവശ്യമായി വരുന്നത്? ആരുടെ കേസിലായിരിക്കും? ഭിന്നശേഷിയുള്ള കുട്ടികളുടെ, അല്ലെ? കാരണം ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കൃത്യമായിട്ട് ആരുടെ ഹെൽപ്പ് വേണം? അവരുടെ മാതാപിതാക്കളുടെ ഹെൽപ്പ് വേണം. കാരണം കുട്ടികളെ കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത് അവരുടെ പാരന്റ്സിനാണ്. അവർക്ക് ഏത് രീതിയിൽ പറഞ്ഞു കൊടുത്താലാണ് കാര്യങ്ങൾ കിട്ടുന്നത്, എപ്പോഴൊക്കെയാണ് അവർ ഡൗൺ ആയി പോകുന്നത്, എങ്ങനെയാണ് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അവർ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ രക്ഷാകർതൃ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി അവരുടെ രക്ഷിതാക്കൾക്ക് ആത്മഫലം നൽകുക, അല്ലെ? അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുക. എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അവരുടെ സഹകരണത്തിന്റെ ഒരു പിൻബലത്തോടു കൂടി ഉറപ്പാക്കുന്ന ഒരു രീതി. അടുത്ത ചോദ്യം, പഠന പ്രവർത്തനങ്ങളിലൂടെയും പഠനാനുഭവങ്ങളിലൂടെയും പഠിതാവിൽ സംഭവിക്കുന്ന വ്യവഹാര മാറ്റങ്ങൾ ഏതൊക്കെയാണ്? പഠന പ്രവർത്തനങ്ങളിൽ കൂടെയും പഠന അനുഭവങ്ങളിൽ കൂടെയും ഒരാളിൽ സംഭവിക്കുന്ന, ഒരു പഠിതാവിൽ സംഭവിക്കുന്ന വ്യവഹാര മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനാർജനം, ശേഷി വികസനം, മനോഭാവ വികസനം, ഇവയെല്ലാം ഏതൊക്കെ വരും? നമ്മൾ പുതിയ ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, നമുക്ക് കുറേയധികം ലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരും? നമുക്ക് പുതിയ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവും, അല്ലെ? പുതിയ അറിവുകൾ നമുക്ക് കിട്ടും, പുതിയ ചില ശേഷികൾ വികസിപ്പിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ മനോഭാവങ്ങളില് മാറ്റങ്ങൾ വരും, അല്ലെ? ഇതൊക്കെ തന്നെ എന്താണ്? പഠിതാവിൽ സംഭവിക്കുന്ന വ്യവഹാര മാറ്റങ്ങളാണ്. സോ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം തന്നെ ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? പഠിതാവിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം പരിശോധിക്കുന്നത്. ഇതിലേത് കാര്യമാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പരിശോധിക്കുന്നത്? വിദ്യാഭ്യാസ ലക്ഷ്യം എന്തായിരിക്കണം? വിദ്യാഭ്യാസ പ്രക്രിയ എന്താണ്?
വിദ്യാഭ്യാസ മാതൃകകളും രീതികളും എന്തായിരിക്കണം? ഡി ഇതൊന്നുമല്ല. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരു ടീച്ചർ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈൽഡ് സൈക്കോളജിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കാണാനായിട്ട് പറ്റും അല്ലെ. കുട്ടികളുടെ പെരുമാറ്റങ്ങൾ, അവരെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് റൂം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതിൽ ഏത് കാര്യമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? വിദ്യാഭ്യാസ ലക്ഷ്യം എന്തായിരിക്കണം എന്നതാണോ, വിദ്യാഭ്യാസ പ്രക്രിയയെ കുറിച്ചാണോ, വിദ്യാഭ്യാസ മാതൃകകളും രീതികളും എന്തായിരിക്കണം എന്താണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, വിദ്യാഭ്യാസ പ്രക്രിയ. വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വന്നു? വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വന്നു, വിദ്യാഭ്യാസ മാതൃകകൾ വന്നു, രീതികൾ വന്നു അല്ലെ. ഇതെല്ലാം ഇൻക്ലൂഡ് ആകുമ്പോഴാണ് അതെന്തായിട്ട് വരുന്നത്? ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോ സെറ്റാണെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തില് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നുള്ളത് ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? സൈക്കോളജിനെ നമുക്ക് 2 ബ്രാഞ്ചസ് ആക്കി തിരിക്കാൻ പറ്റും അല്ലെ. പ്യുവർ സൈക്കോളജിയും ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജിയും വരുന്നുണ്ട്. കേവല മനഃശാസ്ത്രം ഉണ്ട്, പ്രയുക്ത മനഃശാസ്ത്രവും വരുന്നുണ്ട്. ഇതിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയിലെ കുറെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓരോരോ പെർട്ടിക്കുലർ മേഖലകളിൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് അപ്ലൈഡ് സൈക്കോളജി ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂല്യനിർണയത്തിന്റെ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? നമ്മൾ മൂല്യനിർണയം നടത്തുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? വ്യക്തിപരമായിട്ട് നടത്തുന്നതാണോ, വ്യക്തിനിഷ്ഠമായിട്ട് നടത്തുന്നതാണോ, ഗുണപ്രദമായിട്ട് നടത്തുമ്പോഴാണോ, വസ്തുനിഷ്ഠമായിട്ട് നടത്തുമ്പോഴാണോ? ഇതിൽ ഏത് രീതിയാണ് മൂല്യനിർണയത്തിന് യോജിച്ച രീതി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏതായിരിക്കും? ഓരോ കുട്ടികളെയും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മൂല്യനിർണയം ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും ചില പ്രത്യേകതകളുണ്ട് അതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് ഓരോ വ്യക്തികൾക്കും താല്പര്യപ്പെടുന്ന രീതിയിൽ മൂല്യനിർണയം നടത്തുന്നതാണോ, പിന്നെ അതല്ലെങ്കിൽ ഗുണപ്രദമാകുമ്പോഴാണോ, അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെ, എല്ലാ കുട്ടികളെയും ഒരേപോലെ നമ്മൾ പരിഗണിക്കുമ്പോഴാണോ? ഇവിടെ ഏതാണ് അനുയോജ്യമായിട്ടുള്ള രീതി? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ, വസ്തുനിഷ്ഠം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. മൂല്യനിർണയം അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? മസ്റ്റ് ബി ഒബ്ജക്റ്റീവ്. അവിടെ ഒരു അധ്യാപകരുടെ പ്രത്യേക താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പാടില്ല. ചില കുട്ടികൾ നന്നായി പഠിക്കും, അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? മൂല്യനിർണയം നടത്താനായിട്ട് പാടില്ല. എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള അതല്ലെങ്കിൽ ഒരേ രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന, ഒരേ രീതിയിൽ അവരെ മൂല്യനിർണയം നടത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ടെസ്റ്റുകൾ നടത്താനായിട്ട്. സോ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോഴാണ് മൂല്യനിർണയം എന്താവുന്നത്? അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് തരം പുനഃസ്മരണ രീതി വളർത്തിയെടുക്കാനാണ് അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ ശ്രമിക്കാതിരിക്കുക? ഇതിലേത് തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ടത്? റോട്ട് മെമ്മറി, ലോജിക്കൽ മെമ്മറി, ആക്റ്റീവ് മെമ്മറി, അസോസിയേറ്റീവ് മെമ്മറി. ഇവിടെ ഏത് മെമ്മറിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത്? റോട്ട് മെമ്മറിയാണ്. റോട്ട് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാണാപ്പാഠം പഠിച്ചു വെച്ച് ഓർത്തിരിക്കുന്നില്ലേ, അത്. ആ പഠിക്കുന്ന കാര്യങ്ങളുടെ മീനിങ് എന്താണെന്നോ, അത് ഏത് ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് വരുന്നതാണെന്നോ, അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ തന്നെ വായിച്ച് പഠിച്ച് മെമ്മറിയുടെ ഭാഗമായിട്ട് വെക്കും. പക്ഷെ ആ ഭാഗത്തു നിന്ന് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്തരം എഴുതാൻ പറ്റില്ല. കാരണം എന്താ? അതിന്റെ മീനിങ് നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് റൂമില് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത്. ലോജിക്കൽ മെമ്മറി, ആക്റ്റീവ് മെമ്മറി, അസോസിയേറ്റീവ് മെമ്മറി, ഇതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
ക്ലാസ് റൂമിൽ പ്രോത്സാഹിപ്പിക്കാം. കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ മീനിങ് മനസ്സിലാക്കി അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ല രീതിയിലുള്ള ഒരു ലോങ് ടേം മെമ്മറി ആയിട്ട് അത് മാറുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുട്ടികളിൽ ഗ്രഹണം, ശ്രദ്ധ, ഭാവന, ജിജ്ഞാസ തുടങ്ങിയ ഗുണങ്ങൾ വികസിപ്പിക്കാനായി താങ്കൾ സ്വീകരിക്കുന്ന മാർഗം ഏതാണ്? കുട്ടികളില് ശ്രദ്ധ, ഗ്രഹണം, ഭാവന, ജിജ്ഞാസ ഇത്രയും കാര്യങ്ങൾ വികസിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന മാർഗം ഏതായിരിക്കും? പാട്ട് പാടിപ്പിക്കുക, നൃത്തം ചെയ്യിപ്പിക്കും, പിന്നെന്താണ്, ചിത്രങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെടും, കഥ പറഞ്ഞു കൊടുക്കും. ഇതിലേത് മാർഗം സ്വീകരിക്കുമ്പോഴാണ് കുട്ടികളിലെ ഗ്രഹണം, ശ്രദ്ധ, ഭാവന, ജിജ്ഞാസ ഇതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്? പാട്ട് പാടിക്കുമ്പോഴാണോ, നൃത്തം ചെയ്യിപ്പിക്കുമ്പോഴാണോ, ചിത്രങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെടുമ്പോഴാണോ, കഥകള് പറഞ്ഞു കൊടുക്കുമ്പോഴാണോ? എങ്ങനെയായിരിക്കും? ഏത് മാർഗത്തിൽ കൂടെയാണ്? കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെ? കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്, കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവും. കഥകളാന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കും അല്ലെ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് എന്താണ്, ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് എന്താണ്, അത് കൃത്യമായ രീതിയിൽ ഇമാജിനേഷൻ നടത്താനായിട്ടും സാധിക്കും. ഭാവനയില് കാര്യങ്ങള് മനസ്സിലാവും. അവരെന്ത് ചെയ്യും, മെന്റൽ ഇമാജിനേഷൻ നടത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ കഥകൾ പറഞ്ഞു കൊടുക്കലാണ് കുട്ടികളില് ശ്രദ്ധയും ഗ്രഹണവും ഭാവനയും ജിജ്ഞാസയും വളർത്തിയെടുക്കാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടതല്ലേ. 15ഓളം ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഫുൾ എന്താണ്, പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ പെഡഗോജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 15 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പൊ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, ഒരു നമ്മുടെ ടീച്ചിങ് സ്കില്ലും കൂടെ അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വഴിയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായ രീതിയിൽ വായിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മുടെ എക്സാം വളരെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ എന്തായാലും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി എന്ത് ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ഓർത്തിരിക്കുക. സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ എന്താണ്, ഒരുപാട് നിമോണിക് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഓർത്തെടുക്കുക, റിവിഷൻസ് ചെയ്യുക അല്ലെ? ഇപ്പൊ സൈലം ആണെങ്കിലും നമ്മൾ കേട്ടറ്റ് എക്സാം കേട്ടറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഇത്തരം ഉത്തരം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത് റിവിഷൻസ് വഴിയാണ്. അപ്പൊ അത്തരത്തിലുള്ള റിവിഷൻസ് ഒക്കെ തന്നെയും നമ്മുടെ കോഴ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ടീം സൈലം ഇവിടെ റെഡിയാണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരിക, നല്ല രീതിയിൽ പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ, അടുത്തൊരു വീഡിയോയില് നമുക്ക് പുതിയ ചില വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്